നമസ്കാരം. ഓ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് ഋതവാക്ക് എന്ന മുനി ഗർഗമുനിയോട് എനിക്കെന്താണ് ഇങ്ങനെ ഒരു ദുര്യോഗം ഉണ്ടാകാൻ കാരണമെന്ന് ചോദിക്കുന്നു. ഇത്ര ദുർബുദ്ധിയും മാതാപിതാക്കളെ അനുസരിക്കാത്തതുമായ ഒരു പുത്രനുണ്ടായത് എന്താണ് എന്ന് സംശയം ചോദിക്കുന്നു. അപ്പോൾ ഗർഗമുനി പറയുന്നത്, ഇത് നിങ്ങളുടെ ആരുടെയും കുറ്റം കൊണ്ടല്ല, അമ്മയുടെയോ അച്ഛൻ്റെയോ ദൂഷ്യം കൊണ്ടല്ല, പക്ഷേ ഒരു ദുഷിച്ച സമയത്ത് ജനിച്ചതുകൊണ്ടാണ് പുത്രൻ ഇങ്ങനെയായി തീർന്നത് എന്ന് പറയുന്നു. അതിന് മംഗളദായിനിയായ ദുർഗാദേവിയെ ആരാധിച്ചാലുമെന്ന് ഉപദേശിക്കുന്നു. ദേവി ഭാഗവത മാഹാത്മ്യമാണ് ഈ കഥകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. ആ മാഹാത്മ്യം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഓരോ ഉപകഥകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വാക്ക് കേട്ട് ഗർഗമുനി രേവതിയെ ശപിക്കുകയും രേവതി അതീവ തേജസ്സോടെ ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് കുമുദ പർവ്വതത്തിലേക്ക് വീഴുകയും ചെയ്യുന്നു. ഒരു ശാപം കിട്ടിയ കൊണ്ടാണ് രേവതി അങ്ങനെ കഴിഞ്ഞത്. ഇപ്പോൾ രേവതിക്ക് ശാപമോക്ഷവും കിട്ടി. ആ പർവ്വതം കുമുദ പർവ്വതം അന്ന് തുടങ്ങി ദൈവതകമെന്ന് പ്രസിദ്ധവുമായി തീർന്നു. അതിനുശേഷം ഋതവാക്ക് മഹർഷി ഗർഗമുനി ഉപദേശിച്ചതനുസരിച്ച് അംബികാദേവിയെ ആരാധിച്ച് സകല സുഖങ്ങളും കൈവരിക്കുന്നു. ഇതാണ് സന്ദർഭം. ശ്രീമദ് ദേവി ഭാഗവത മാഹാത്മ്യം അധ്യായം 4 ശ്ലോകം 32. രേവത്യുക്ഷസ്യ സുത്തേജസ്തസ്മാജ്ജാതാതു കന്യകാ രൂപേണ പ്രതിമാ ലോകേ ദ്വിതീയാ ശ്രീരിവാഭവത്. രേവതി നക്ഷത്രത്തിൻ്റെ തേജസ്സിൽ നിന്ന് ഒരു കന്യകയപ്പോൾ ജനിച്ചു. രൂപസൗന്ദര്യത്തിൽ അവളെപ്പോലെ ലോകത്ത് മറ്റൊരുവൾ ഉണ്ടായിട്ടില്ല. സ്ത്രീക്ക് തുല്യയായിരുന്നു അവൾ. ശ്ലോകം 33. അധതാം പ്രമുജകന്യാം രേവതീ കാന്തി സംഭവാം ദൃഷ്ട്വാ നാമചകാരസ്യ രേവതീതി മുദാ മുനിഃ. രേവതിയുടെ കാന്തിയിൽ ജനിച്ച ആ കന്യകയെ കണ്ട പ്രമുജമുനി അവൾക്ക് സന്തോഷത്തോടെ രേവതി എന്ന് പേരിട്ടു. ഈ കന്യകയുടെ ജനനം കണ്ട മുനിയുടെ പേരാണ് പ്രമുജമുനി. ശ്ലോകം 34. നിന്നേധ സ്വാശ്രമേ ചൈനാം പ്രോഷയാമാസ ധർമ്മതഃ ബ്രഹ്മർഷി പ്രമുജോ നാമ കുമുദാദ്രൗ സുതാമിവ. ബ്രഹ്മർഷിയായ പ്രമുജൻ അവളെ കുമുദാദ്രിയിലെ തൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുവന്ന് ധർമാനുസൃതം മകളെപ്പോലെ സസന്തോഷം വളർത്തി. ശ്ലോകം 35. അധ കാലേന ച പ്രൗഢാം ദൃഷ്ട്വാ താം രൂപശാലിനീം സമുനിച്ഛിന്തയാമാസ കോസ്യ യോഗ്യോ വരോ ഭവേത്. കാലം കുറെ കഴിഞ്ഞപ്പോൾ അവൾ രൂപസൗന്ദര്യം തികഞ്ഞ് പ്രൗഢയായെന്ന് കണ്ട മുനി ആലോചിച്ചു, ആരെയാണ് ഇവൾക്ക് യോഗ്യനായ ഭർത്താവായി തിരഞ്ഞെടുക്കുക എന്ന്. ശ്ലോകം 36.
ബഹുധാന്വേഷയംസ്തസ്യ നാസാസാദൂഷിതം പതിം തതോഗ്നിശാലാം സംവിശ്യ മുനിസ്തുഷ്ടാവപാവകം. പല പ്രകാരത്തിൽ അന്വേഷിച്ചിട്ടും കൊള്ളാവുന്ന ഒരുവനെ കണ്ടെത്തിയില്ല. അപ്പോൾ അദ്ദേഹം അഗ്നിശാലയിൽ കടന്ന് അഗ്നിദേവനെ സ്തുതിച്ചു. ശ്ലോകം 37. കന്യാവരം തദാശംസത് പ്രീതസ്തമപി ഹവ്യവാട ധർമ്മിഷ്ഠോ ബലവാൻ വീര പ്രിയവാഗപരാജിതഃ. സന്തുഷ്ടനായ അഗ്നിദേവൻ അവൾക്ക് യോജിച്ച വരൻ ആരാണെന്ന് അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു. ധർമ്മിഷ്ഠനും ബലവാനും വീരനും പ്രിയവാക്കും അപരാജിതനും ആയ ദുർദമനെന്ന പേരുള്ളവനാണ് ഇവളുടെ ഭർത്താവായി ഭാവിക്കുന്നത്. ദുർദമൻ എന്ന് തുടങ്ങുന്ന ഭാഗം അടുത്ത ശ്ലോകത്തിൽ വരുന്നുള്ളൂ. ആ വാചകം പൂർത്തിയാകാൻ വേണ്ടി അതുകൂടെ പറഞ്ഞെന്നേ ഉള്ളൂ. പ്രിയവാക്കും അപരാജിതനുമായ ദുർദമൻ. ശ്ലോകം 38. ദുർദമോ ഭവിതാ ഭർത്ത മുനേസ്യ പൃഥിവീപതിഃ ഇതി ശ്രുത്വാ വചോ വന്നേ പ്രസന്നോ ഭൂന്മുനീസ്തദാ. ദുർദമനെന്നു പേരുള്ളവനായ രാജാവ് ഇവളുടെ ഭർത്താവായി ഭവിക്കും. വന്യയുടെ ഈ വാക്ക് കേട്ട മഹർഷി അത്യന്തം പ്രസന്നനായി തീർന്നു. ശ്ലോകം 39. ദൈവാദാഖേടകവ്യാജ തക്ഷണാദാഗതോ നൃപഃ ദുർദമോ നാമ മേധാവി തസ്യാശ്രമപദം മുനേഃ. ഭാഗ്യം കൊണ്ട് ആ സമയത്ത് നായാട്ടിന് പോയി വരുന്നവനെന്ന വ്യാജേന ബുദ്ധിമാനായ ദുർദമ രാജാവ് ആ മുനിയുടെ ആശ്രമത്തിലെത്തി. ശ്ലോകം 40. പുത്രോ വിക്രമശീലസ്യ ബലവാൻ വീര്യവത്തരഃ കാളിന്ദീ ജഠരേ ജാത പ്രയവൃതകുലോദ്ഭവഃ. വിക്രമശീലൻ്റെ പുത്രനും വീരനും ബലവാനും അതിപരാക്രമശീലനും കാളിന്ദിയുടെ ജഠരത്തിൽ ജനിച്ചവനും പ്രിയവ്രതൻ്റെ കുലത്തിൽ പിറന്നവനുമായ അദ്ദേഹം മുനിരാശ്രമമാവിശ്യ തമദൃഷ്ട്വാ മഹാമുനിം ആമന്ത്രിതാം പ്രിയേ ചേതി രേവതിം പൃഷ്ടവാൻ നൃപഃ. പ്രിയവ്രതൻ്റെ കുലത്തിൽ പിറന്നവനുമായ അദ്ദേഹം മുനിയുടെ ആശ്രമത്തിൽ പ്രവേശിച്ചു. മഹാമുനിയെ അവിടെ കണ്ടില്ല. അതുകൊണ്ട് രേവതിയെ പ്രിയേ എന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു. 41-ാമത്തെ ശ്ലോകം വരെ പാരായണം ചെയ്ത് അർത്ഥമൊന്ന് ചിന്തിച്ചു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.